നമസ്കാരം. ഓശാന ഞായർ സ്പെഷ്യൽ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഓശാന ഞായർ ആചരിച്ച ക്രൈസ്തവ സമൂഹം. അന്ത്യ അത്താഴത്തിനും കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും മുന്നോടിയായി ജെറൂസലേം നഗരത്തിലേക്ക് പ്രവേശിച്ച് ക്രിസ്തുവിനെ നഗരവാസികൾ വരവേറ്റതിന്റെ സ്മരണ പുതുക്കി ഓശാന ആചരണം ഭക്തിനിർഭരം. ദേവാലയങ്ങളിൽ ദിവ്യബലി ഉൾപ്പെടെയുള്ള തിരുകർമ്മങ്ങളും പ്രദക്ഷിണവും കുരുത്തോല വിതരണവും നടന്നു. വിശദാംശങ്ങളിലേക്ക്. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ഓശാന ഞായർ ആഘോഷിച്ചു. ഇടവകയിലെ വിവിധ ഭക്തസംഘടനകൾ, കുട്ടിക്കൂട്ടായ്മ തുടങ്ങിയവർ ചേർന്ന് യഹൂദ വസ്ത്രം ധരിച്ചുകൊണ്ട് ഓശാന ഞായർ അനുസ്മരണം പുതുക്കി. തളിയക്കുളക്കരയിൽ നടന്ന ഓശാന തിരുകർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ താഴത്ത്, ഫാദർ മാത്യു തുണ്ടത്തിൽ എന്നിവർ സഹകാർമ്മികരായി. ട്രസ്റ്റിമാരായ ഫ്രാൻസി ചുവല്ലൂർ, സേവ്യർ വാഗയിൽ, സെക്രട്ടറി പിയൂസ് ചിറ്റിലപ്പള്ളി, ആന്റണി എം ജെ, ഷാജു സി ജെ, ലിറ്റി ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ വി എം സാമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശുശ്രൂഷകളുടെ ഭാഗമായി പള്ളിക്ക് ചുറ്റുമുള്ള ഭക്തിസാന്ദ്രമായ പ്രദക്ഷിണം, കുരുത്തോലവാഴ്വ്, വിശുദ്ധ കുർബാന എന്നിവ നടന്നു. നൂറുകണക്കിന് വിശ്വാസികളാണ് കുരുത്തോലകളുമായി ഓശാന ഗീതങ്ങൾ ആലപിച്ച് ശുശ്രൂഷകളിൽ പങ്കാളികളായത്. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ശേഷം പള്ളിയിൽ പൊതുസദ്യയും ഒരുക്കിയിരുന്നു. വികാരി, സഹവികാരി, ട്രസ്റ്റി സി ഐ റജി, സെക്രട്ടറി കെ എസ് ബെന്നി എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ ഞായറാഴ്ച രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്കും ഓശാനയുടെ പ്രത്യേക ശുശ്രൂഷകൾക്കും ഇടവക വികാരി ഫാദർ സജയ് ജോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കർത്താവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ കുരുത്തോലകളേന്തി പ്രദക്ഷിണത്തിൽ പങ്കുചേർന്നു. പെരുന്നാളിനോടനുബന്ധിച്ച് വിശുദ്ധ കുർബാനയ്ക്കു ശേഷം കുരുത്തോലകൾ ആശീർവദിച്ച് വിതരണം ചെയ്തു. തുടർന്ന് പള്ളിക്കു ചുറ്റും ഭക്തിപൂർവ്വം നടന്ന ഓശാന പ്രദക്ഷിണത്തിൽ ശുശ്രൂഷകരും വിശ്വാസികളും അണിനിരന്നു. ചടങ്ങുകൾക്ക് ശേഷം പരമ്പരാഗതമായ കഞ്ഞിനേർച്ചയും കടുമാങ്ങ വിതരണവും നടന്നു. ദിവംഗതനായ മേക്കാട്ടുകുളം ദാവീദ് കത്തനാരുടെ ഓർമ്മയ്ക്കായി പ്രത്യേക പ്രാർത്ഥനയും നടന്നു. ഇടവക ഭരണസമിതിയും വിശ്വാസികളും പെരുന്നാൾ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. ചിറളയം സെന്റ് ലാസറസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഓശാന ആഘോഷിച്ചു. വികാരി ഫാദർ സ്റ്റീഫൻ ജോർജ് ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കുന്നംകുളം അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ദേവാലയത്തിൽ ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ് നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ ഓശാന ഞായർ കുർബാനയിൽ പങ്കെടുത്തു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഓശാന ഞായറിന് വിതരണം ചെയ്യാനായി കടുമാങ്ങ തയ്യാറാക്കി. 1950 കിലോഗ്രാം മാങ്ങ ഉപയോഗിച്ചാണ് കടുമാങ്ങ തയ്യാറാക്കിയത്. പള്ളിയിലെ ആത്മീയ സംഘടനകളുടെ നേതൃത്വത്തിലാണ് കടുമാങ്ങ ഒരുക്കിയത്. വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ആന്റണി പൗലോസ്, ട്രസ്റ്റി സാംസൺ പുലിക്കോട്ടിൽ, സെക്രട്ടറി ജെയ്സൺ ചിരൻ എന്നിവർ നേതൃത്വം നൽകി. മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ ഓശാന തിരുകർമ്മങ്ങൾ നടന്നു. നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ശേഷം വിശ്വാസികൾ കുരുത്തോലകൾ കയ്യിലേന്തി പ്രദക്ഷിണമായി ഇടവക ദേവാലയത്തിലെത്തി. സെന്റ് തോം യൂത്ത് മിനിസ്ട്രിയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ഓശാന ദൃശ്യാവിഷ്കാരം ആകർഷകമായി. ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ ഓശാന ഞായറിലെ തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ ഷാജ് കെ സൈമൺ, സി കെ ജോയ്, എം ജെ ജോഷി, സി ടി സ്പാർട്ടക്സ് എന്നിവർ നേതൃത്വം നൽകി. നമ്പഴിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെ തിരുകർമ്മങ്ങൾക്ക് മറ്റം ഫൊറോന സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ കാർമ്മികനായി. ട്രസ്റ്റിമാരായ ജെഡ്സൺ ടി തോമസ്, സി പി മെൽവിൻ എന്നിവർ നേതൃത്വം നൽകി. പാറേമ്പാടം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്ന കുരുത്തോല വെഞ്ചരിപ്പിനും വിശുദ്ധ കുർബാനയ്ക്കും വികാരി ഫാദർ പോൾ അറക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൈകളിൽ കുരുത്തോലകളുമായി ഹോശാന ഗീതങ്ങൾ ആലപിച്ച വിശ്വാസികൾ നടത്തിയ പ്രദക്ഷിണം ഓശാനാചരണത്തിന് മാറ്റുകൂട്ടി. വരും ദിവസങ്ങളിൽ യേശുവിന്റെ അന്ത്യാത്താഴത്തിന്റെയും പീഠാനുഭവത്തിന്റെയും ഉയർപ്പിന്റെയും സ്മരണ പുതുക്കുന്ന പ്രത്യേക തിരുകർമ്മങ്ങൾ ദേവാലയത്തിൽ നടക്കും. പെസഹ വ്യാഴം രാവിലെ 7-ന് കാൽകഴുകൽ ശുശ്രൂഷ, വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, തുടർന്ന് വൈകിട്ട് 7 വരെ വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ആരാധന, ദുഃഖവെള്ളി രാവിലെ 7-ന് പീഠാനുഭവ സ്മരണ, കുരിശുചുംബനം വൈകിട്ട് 5-ന് വിലാപയാത്ര, വലിയ ശനി വൈകിട്ട് 6:30-ന് തിരുകർമ്മങ്ങൾ ആരംഭിക്കും. വെള്ളം വെഞ്ചരിപ്പ്, ജ്ഞാനസ്നാന വ്രത നവീകരണം എന്നിവ നടക്കും. ഈസ്റ്റർ ദിവസം ശനിയാഴ്ച രാത്രി 11:30-ന് ഉയർപ്പ് തിരുകർമ്മങ്ങൾ ആരംഭിക്കും.
കുന്നംകുളം സെന്റ് ലാസറസ് പഴയ പള്ളിയിൽ ഓശാന ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ഗീവർഗീസ് ജോൺസൺ കാർമ്മികനായി. കൈക്കാരൻ കുര്യാക്കോസ് കെ.സി., സെക്രട്ടറി ഷെറിൻ പോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യേശുദേവൻ യെരുശലേമിലേക്ക് രാജകീയമായി പ്രവേശിച്ചതിന്റെ ഓർമ്മ പുതുക്കി ഓശാന പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ കുർബാന, കുരുത്തോല വാഴ്വ് എന്നിവ ഉണ്ടായി. കുരുത്തോലകൾ മദ്ബഹായുടെ 4 ദിക്കുകളിലേക്കും അവധുമാലാഖ ചൊല്ലി വാഴ്ത്തിയ കുരുത്തോലകൾ വികാരി ഫാദർ അബ്രഹാം യാക്കോബ് മദ്ബഹ ശുശ്രൂഷകൾക്കും വിശ്വാസികൾക്കും നൽകി. പൊൻവെള്ളി കുരിശുകളുടെ അകമ്പടിയോടെ നൂറുകണക്കിന് വിശ്വാസികൾ കുരുത്തോലകളേന്തിയും മദ്ബഹ ശുശ്രൂഷകൾ പൂക്കൾ വിതറിയും പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. പള്ളിയുടെ പൂമുഖത്ത് വൈദികൻ വേദവായനയും നടത്തി. ഓശാന, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു, ഉയരങ്ങളിൽ ഓശാന എന്ന് വിശ്വാസികൾ ഏറ്റുപറഞ്ഞു. വികാരി ഓശാന പെരുന്നാൾ സന്ദേശവും സ്ലീബ വണക്കവും നടത്തി. കടുമാങ്ങയും കഞ്ഞി നേർച്ചയുമുണ്ടായി. പീഡാനുഭവ വാരത്തിന്റെ ഭാഗമായി 3 ദിവസമായി നടക്കുന്ന സുവിശേഷ യോഗത്തിൽ ഞായറാഴ്ച രാത്രിയിൽ സജിൻ ഫിലിപ്പ് നല്ലില വചന സന്ദേശം നൽകും. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12-ന് മധ്യാഹ്ന നമസ്കാരവും വൈകിട്ട് 6-ന് സന്ധ്യാ നമസ്കാരവും ഉണ്ടാകും. തിങ്കൾ, ചൊവ്വ ദിവസം രാത്രി യോഗങ്ങളിൽ ഫാദർ ഷിബിൻ പോൾ, ഫാദർ ഡിൽജോ എലിയാസ് എന്നിവർ വചന പ്രഘോഷണം നടത്തും. പെസഹ വ്യാഴാഴ്ച രാവിലെ 6 മണിക്ക് കുർബാന, ഉച്ചയ്ക്ക് 2:30-ക്ക് പെസഹ ഊട്ട് നടക്കും. ദുഃഖവെള്ളിയാഴ്ച രാവിലെ 9-ന് യാമപ്രാർത്ഥനകൾ നടക്കും. ശനിയാഴ്ച രാവിലെ 10-ന് കുർബാന, വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം രാത്രി 8-ന് ഉയർപ്പ് ശുശ്രൂഷകൾ എന്നിവ നടക്കും. വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി സിയു ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയിൽ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് മധ്യേ ആശീർവദിച്ച കുരുത്തോലകൾ കാർമ്മികൻ ഫാദർ റിജോ വിധേയത്തിൽ ഭക്തർക്ക് വിതരണം ചെയ്തു. തുടർന്ന് കുരുത്തോലകൾ കൈകളിലേന്തി പ്രദക്ഷിണം നടത്തുകയും പള്ളിയിലെത്തി നടവാതിൽ സ്ലീവ കുരിശുമുട്ടി പള്ളിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. കൈക്കാരന്മാരായ C.V. ജേക്കബ്, C.A. ബോസ്, M.R. ഷെജി എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ നോമ്പുകാല വലിയ ആഴ്ചയിലെ കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചു. പെസഹ വ്യാഴം കാലത്ത് 6:30-ന് തിരുകർമ്മവും കാൽക്കഴുകൽ ശുശ്രൂഷയും നടത്തും. തുടർന്ന് ആരാധനയും വൈകിട്ട് 7-ന് പൊതു ആരാധന, അപ്പമുറിക്കൽ ചടങ്ങും നടത്തും. ദുഃഖവെള്ളിയാഴ്ച കാലത്ത് 7-ന് തിരുകർമ്മങ്ങൾ നടത്തും. വൈകിട്ട് 4:30-ക്ക് നഗരി കാണിക്കൽ പദയാത്രയും നടക്കും. ശനിയാഴ്ച വൈകിട്ട് 11:30-ന് ഉയർപ്പിന്റെ തിരുകർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കും. ചൊവ്വന്നൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ ഓശാന തിരുനാൾ ആചരിച്ചു. വിശ്വാസികൾ കുരുത്തോലകളേന്തിയും ഓശാന ഗീതങ്ങൾ ആലപിച്ചു നടത്തിയ ഭക്തി നിർഭരമായ പ്രദക്ഷിണം ശ്രദ്ധേയമായി. വിശ്വാസികൾ ദൈവാലയത്തിന്റെ പ്രധാന വാതിലായ ആനവാതിൽ മുട്ടി ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ചടങ്ങും നടന്നു. തുടർന്ന് നടന്ന ആഘോഷമായ ദിവ്യബലിക്ക് വികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തികൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. CLC അംഗങ്ങളായ പെൺകുട്ടികൾ അവതരിപ്പിച്ച നൃത്തരൂപം ഓശാന പ്രദക്ഷിണത്തിന് മാറ്റുകൂട്ടി. തിരുനാൾ ചടങ്ങുകളുടെ ഭാഗമായി ഇടവകയിലെ വീടുകളിൽ നിന്നും പാകം ചെയ്തു കൊണ്ടുവന്ന പരമ്പരാഗത വിഭവമായ കൊഴുക്കട്ട വിശ്വാസികൾക്ക് വിതരണം ചെയ്തു. കൈക്കാരന്മാരായ ജോജി പേരാമംഗലത്ത്, ജോസ് താണിക്കൽ, ടാബു ചെറുവത്തൂർ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ ഓശാന തിരുനാൾ ആചരിച്ചു. രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് മധ്യേ ആശീർവദിച്ച കുരുത്തോല കാർമ്മികൻ ഫാദർ ഷിൻഡോ പാറയിൽ ഭക്തർക്ക് വിതരണം ചെയ്തു. കൈക്കാരന്മാരായ ജോൺസൺ മാറോക്കി, ലിയോൺ ചിരിയങ്കണ്ടത്ത്, കുര്യാക്കോസ് ഒലക്കേങ്കിൽ എന്നിവർ നേതൃത്വം നൽകി. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഓശാന ഞായർ ആചരിച്ചു. കുരിശിലേറ്റപ്പെടുന്നതിന് മുൻപായി ക്രിസ്തു കഴുതപ്പുറത്ത് കയറി രാജകീയമായി ജെറൂസലേമിലേക്ക് എഴുന്നള്ളിയതിന്റെ ഓർമ്മയ്ക്കായാണ് ദേവാലയങ്ങളിൽ ഓശാന ഞായർ ആചരിച്ചത്. ഈന്തപ്പനയോലകളും ഒലിവ് മരച്ചില്ലകളും വഴിയിൽ വിരിച്ച ജനങ്ങൾ ഓശാന ഓശാന, ദാവീദിന്റെ പുത്രന് ഓശാന എന്ന് പറഞ്ഞതിന്റെ പ്രതീകമായി ക്രിസ്തുമത വിശ്വാസികൾ കുരുത്തോലകൾ കയ്യിലേന്തി പ്രദക്ഷിണവുമായി ഓശാനയുടെ ഓർമ്മ പുതുക്കി. സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട്, സഹവികാരി ഫാദർ ജിയോ പുലിക്കോട്ടിൽ എന്നിവർ കാർമ്മികരായി. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന പള്ളിയിൽ ഓശാന തിരുകർമ്മങ്ങളും കുരുത്തോല പ്രദക്ഷിണവും നടന്നു. വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോൺ പേരാമംഗലം, കൈക്കാരന്മാർ CO ഡേവിസ്, OP കുര്യാക്കോസ്, ജോസഫ്, PA ജോജു എന്നിവർ നേതൃത്വം നൽകി.
എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ പ്രത്യേകം നടന്ന ഓശാന തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ, സഹവികാരി ഫാദർ സാന്റിയോ എലവത്തിങ്കൽ എന്നിവർ കാർമ്മികരായി. പ്രത്യേക ഓശാന തിരുകർമ്മങ്ങൾ എരുമപ്പെട്ടി സെന്റ് ജോസഫ് കപ്പേളയിൽ ആരംഭിച്ചു. തുടർന്ന് ഇടവക ജനങ്ങൾ പള്ളിയിലേക്ക് പ്രദക്ഷിണമായി കുരുത്തോലകളുമായി ഓശാന ഗീതങ്ങൾ പാടിക്കൊണ്ടെത്തി പരിശുദ്ധ കുർബാന അർപ്പിച്ചു. സഹവികാരി ഫാദർ സാന്റിയോ എലവത്തിങ്കൽ സന്ദേശം നൽകി. KCYM സംഘടനയുടെ നേതൃത്വത്തിൽ നിശ്ചല ദൃശ്യവും ഒരുക്കിയിരുന്നു. കൈക്കാരന്മാരായ KA രാജു, MK ജോഷി, ജോയ് ആന്റണി, KA ബേബി എന്നിവർ നേതൃത്വം നൽകി. മരത്തംകോട് മേരിമാതാ ദേവാലയത്തിൽ നടന്ന ഓശാന ഞായർ ഭക്തിസാന്ദ്രമായി. രാവിലെ 7-ന് സെന്റ് ഫ്രാൻസിസ് സേവ്യർ കുരിശുപള്ളിയിൽ ഫാദർ കനേഡിയൻ ഫ്രാൻസിസ് തണ്ടാശ്ശേരിയുടെ കാർമ്മികത്വത്തിൽ പ്രഭാത പ്രാർത്ഥനയ്ക്ക് കുരുത്തോല ആശീർവാദത്തിനും ശേഷം വിശ്വാസികൾ കുരുത്തോലകളേന്തി മേരിമാതാ ദേവാലയത്തിലേക്ക് ഘോഷയാത്ര നടത്തി. യേശുക്രിസ്തുവിന്റെ ജെറൂസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി നടന്ന ചടങ്ങുകളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഘോഷയാത്ര പള്ളിയിലെത്തിയ ശേഷം വിശുദ്ധ കുർബാനയും വിശ്വാസികൾക്ക് ഓശാന സന്ദേശവും നൽകി. വിശുദ്ധവാരത്തിന് തുടക്കം കുറിച്ച് ഓശാന ഞായറും വരും ദിവസങ്ങളിൽ പെസഹ വ്യാഴം, ദുഃഖവെള്ളി, വലിയ ശനി എന്നീ ദിവസങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകളും ഏപ്രിൽ 5-നുള്ള ഉയിർപ്പു തിരുനാളുടെ വലിയ നോമ്പിന് സമാപനമാകും. ഓശാന ഞായർ ചടങ്ങുകൾക്ക് പള്ളി കൈക്കാരന്മാരായ ഡോക്ടർ ജോൺസൺ ആളൂർ, തോമസ് ചക്രമാക്കൽ, ജിജോ ചാഴൂർ, ജെയിംസ് വടക്കൻ, രഞ്ജി മണ്ടുമ്പാൽ, ജോസ് ചിറ്റിലപ്പള്ളി, സിജോ MJ, പ്രീത വിൽസൺ എന്നിവർ നേതൃത്വം നൽകി. ആർത്താറ്റ് ഹോളി ക്രോസ് ദേവാലയത്തിൽ രാവിലെ 6:30-ന് മാർത്തോമാ ശ്ലീഹായുടെ തീർത്ഥകേന്ദ്രത്തിൽ കുരുത്തോല വെഞ്ചരിപ്പ് ശുശ്രൂഷയും കുരുത്തോല വിതരണവും നടന്നു. വിശ്വാസികൾ കുരുത്തോലകളേന്തി കുരിശു ചുറ്റി ഹോളിക്രോസ് ദേവാലയത്തിലെത്തി. ക്രിസ്തുവിന്റെ ജെറുസലേം ദേവാലയ പ്രവേശത്തിന്റെ സ്മരണയുയർത്തി ഏവരും ദേവാലയത്തിൽ പ്രവേശിച്ചു. തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിച്ചു. വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ ഓശാന ഞായർ തിരുകർമ്മങ്ങൾക്ക് കാർമ്മികനായി. ക്രിസ്തുദാസി സന്യസ്തരും ദേവാലയ ശുശ്രൂഷിയായ ഷിജുവും സഹായിയായി ഉണ്ടായിരുന്നു. വൈകിട്ട് ആർത്താറ്റ് ഹോളിക്രോസ് ഇടവകയിലെ എല്ലാ കുടുംബ യൂണിറ്റുകളിൽ നിന്നും ഭക്തിനിർഭരമായി ആരംഭിച്ച കുരിശിന്റെ വഴി 6:30-ന് ദേവാലയത്തിൽ സമാപിക്കും. കൈക്കാരന്മാരായ ഷാബു ചിറ്റിലപ്പള്ളി, തോമസ് ചുങ്കത്ത്, ചാർലി ചിരിയങ്കണ്ടത്ത്, സിസ്റ്റർ മിലി എന്നിവർ നേതൃത്വം നൽകി. പാവർട്ടി വിശുദ്ധ യൗസേപ്പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ഓശാന ഞായർ തിരുകർമ്മങ്ങൾ ഭക്തിപൂർവ്വം ആഘോഷിച്ചു. മശിഹായുടെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി നടന്ന കുരുത്തോല പ്രദക്ഷിണത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കുചേർന്നത്. ഞായറാഴ്ച രാവിലെ പള്ളി പരിസരത്ത് നടന്ന കുരുത്തോല ആശീർവാദത്തോടെയാണ് തുടക്കമായത്. വിശ്വാസികൾ കൈയിലേന്തിയ കുരുത്തോലകൾ ആശീർവദിച്ച ശേഷം നടന്ന ഭക്തിനിർഭരമായ ചടങ്ങുകൾക്ക് തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, ഫാദർ അമൽ ചാഴൂർ എന്നിവർ മുഖ്യ കാർമ്മികരായിരുന്നു. കൈക്കാരന്മാരായ ജെയ്സൺ വടുക്കൂട്ട്, ജോസൻ KA, ജോസഫ് ലിയോ OT, ബാബു KJ എന്നിവർ നേതൃത്വം നൽകി. ദാവീദിൻ സുതനെ ഓശാന എന്ന കീർത്തനങ്ങൾ ആലപിച്ച് നടന്ന പ്രദക്ഷിണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ അണിനിരന്നു. പ്രദക്ഷിണത്തിന് ശേഷം പള്ളിയിൽ നടന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയിൽ യേശുവിന്റെ പീഡാനുഭവ ചരിത്രം വായിച്ച് നോമ്പുകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആഴ്ചയായ വിശുദ്ധ വാരത്തിലേക്ക് സഭ പ്രവേശിക്കുന്നതിന്റെ ഗൗരവവും പ്രാധാന്യവും വികാരി തന്റെ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കല്ലമ്പുറം സെന്റ് ജോർജ് ഇടവക ദേവാലയത്തിൽ ഞായറാഴ്ച രാവിലെ 6:30-ന് വിശുദ്ധ കുമ്പസാരം, 7-ന് പ്രഭാത നമസ്കാരം, 7:30-ന് കുരുത്തോല വാഴ്വും, 8:30-ന് വിശുദ്ധ കുർബാന ഇടവക വികാരി ഫാദർ അപ്രേം അന്തിക്കാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നിർവഹിച്ചു. പള്ളിക്കു ചുറ്റുമുള്ള പ്രദക്ഷിണത്തിനും വിശുദ്ധവാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന പ്രത്യേക പ്രാർത്ഥനകളിലും കുരുത്തോലകളേന്തി വിശ്വാസികൾ പങ്കെടുത്തു. ഓശാന പെരുന്നാളിന് ഇടവക വികാരി ഫാദർ അപ്രേം അന്തിക്കാട്, ഇടവക സെക്രട്ടറി CP ഡേവിഡ്, ട്രഷറർ PC സൈമൺ, ഇടവക കമ്മിറ്റിക്കാർ, കൗൺസിൽ അംഗങ്ങൾ, മീഡിയ കൺവീനർ എന്നിവർ നേതൃത്വം നൽകി. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ വിശ്വാസികൾ പ്രദക്ഷിണമായി ബദനി മഠത്തിൽ നിന്ന് കോട്ടപ്പടി അങ്ങാടി വഴി ദേവാലയത്തിലെത്തി. തുടർന്ന് ദേവാലയത്തിന്റെ പ്രധാന വാതിലായ ആനവാതിൽ മുട്ടി അകത്തേക്ക് പ്രവേശിച്ചു. ആഘോഷമായ ദിവ്യബലിക്ക് വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ കാർമ്മികനായി. പെൺകുട്ടികളുടെ നൃത്തരൂപം ഓശാന പ്രദക്ഷിണത്തിന് മാറ്റുകൂട്ടി. അസിസ്റ്റന്റ് വികാരി ഫാദർ വിബി പോർത്തുകാരൻ, കൈക്കാരന്മാരായ അലക്സ് ടീരൻ, സോണി തോമസ്, ജോസി ചുങ്കത്ത്, മനീഷ് സുരേഷ്, PRO ബിജു അന്തിക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. ഓശാന ഞായർ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.